ഹലോ എവ്രി വൺ. 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്ന ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമിന് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള ഓഫ്ലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഈ വരുന്ന സെപ്റ്റംബർ 29-നും ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഈ വരുന്ന ഒക്ടോബർ 27-നുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയും അടുത്ത വർഷം 7th സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള ബയോളജി ടെസ്റ്റ് സിലബസിൻ്റെ മെയിൻ ഫോക്കസ് ഏരിയയാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ആദ്യമേ തന്നെ എക്കോസിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എക്കോസിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അതിനുള്ളിൽ ഫുഡ് ചെയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഫുഡ് വെബ് എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഫുഡ് ചെയിനിൽ പ്രൊഡ്യൂസേഴ്സ് എന്താണ്, കൺസ്യൂമേഴ്സ് എന്താണ്, ഇക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആരാണ്, കൺസ്യൂമേഴ്സ് ആരാണ്, ഡീകമ്പോസേഴ്സ് ആരാണ്, അവരാരൊക്കെയാണെന്നും അവർക്ക് എക്കോസിസ്റ്റത്തിലുള്ള റോളും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത് വരുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റ്. ഫുഡ് ആൻഡ് ഹാബിറ്റാറ്റിൽ ഒരു ഹാബിറ്റാറ്റിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള ഓർഗാനിസത്തിൻ്റെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ് ഏതൊക്കെയാണ്, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റും അക്വാറ്റിക് ഹാബിറ്റാറ്റും ഏതാണെന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് പല ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? അവരുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പല ആക്ടിവിറ്റീസ് അവിടെ നടക്കും. ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ന്യൂട്രീഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, റിപ്രൊഡക്ഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഹ്യൂമൻ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ മനുഷ്യരുടെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഫുഡാണെന്നും നമ്മൾ എന്താണ് കൂടുതൽ കഴിക്കുന്നതെന്നും ഈ ഫുഡിനകത്തൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്നും ന്യൂട്രിയൻസിനെ കുറിച്ചൊക്കെ ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ, സ്റ്റാർച്ച്, ഫാറ്റ് ഇതിൻ്റെയൊക്കെ ഡിറ്റക്ഷൻ ടെസ്റ്റുകൾ ഉണ്ട്, അത് പഠിക്കണം. പിന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷനെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ ഡിസീസസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വഴി ഉണ്ടാകുന്ന ഡിസീസസ് എന്തൊക്കെയാണെന്ന് അറിയണം. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അതെന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ് ആണ് നമ്മുടെ എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ അവരെന്തുകൊണ്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? പ്ലാന്റ്സിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ ക്ലോറോഫിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഫോട്ടോസിന്തസിസ് മെയിനായിട്ട് നടക്കുന്ന 2 പ്രോസസ്സ്, മെറ്റാബോളിക് പ്രോസസ്സുകളാണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഡിസീസസിനകത്ത് വരുമ്പോൾ കണ്ടേജിയസ് ആൻഡ് നോൺ കണ്ടേജിയസ് ഡിസീസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഡിസീസ് ട്രാൻസ്മിറ്റിംഗ് ഏജൻസ്, ആരാണ് ഈ ഡിസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചിരിക്കുക. പിന്നെ പ്രിക്കോഷൻസ്, ഈ കണ്ടേജിയസ് ഡിസീസസിൻ്റെ ട്രാൻസ്മിഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹൈജീനിക് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി അല്ലേ? നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമാണ് ഇമ്മ്യൂണിറ്റി. അതിൽ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയിൽ വാക്സിൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാക്സിൻസിൻ്റെ റോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് വാക്സിൻസ് യൂസ് ചെയ്യുന്നതെന്ന് അറിയുക. സീഡ്സിനകത്ത് സീഡ് ഫോർമേഷൻ, സീഡ് എങ്ങനെയാണ്, ഫ്രൂട്ടിന് ഉള്ളിൽ സീഡ് ഉണ്ടാവും അല്ലേ? ആ സീഡ് എന്തിനു വേണ്ടിയിട്ടാണ്, സീഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയുക. ദെൻ പോളിനേഷൻ എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷൻ, സീഡ് ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ വഴിയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ പോളിനേഷൻ നടക്കണം. ഓക്കെ, സോ പോളിനേഷൻ എന്താണെന്ന് അറിയുക, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണെന്ന് അറിയുക. പിന്നെ ക്രോപ്സ് ആൻഡ് പ്ലേസ് ഓഫ് ഒറിജിൻ, നമ്മുടെ നാട്ടിൽ പല ക്രോപ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തതാണോ? അല്ല, പല സ്ഥലത്തു നിന്ന് നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നവയായിരിക്കും. അപ്പോൾ ഓരോ ക്രോപ്സും അവരുടെ പ്ലേസ് ഓഫ് ഒറിജിൻ, ഏത് രാജ്യത്താണ് അവരെ ഒറിജിൻ ചെയ്തതെന്നും നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതാണ് സീഡ് ജെർമിനേഷൻ. സീഡ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ സീഡ് മുളയ്ക്കുന്നതിനെയാണ് സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
ഫാക്ടേഴ്സ് ഫോർ സീഡ് ജെർമിനേഷൻ, ഒരു സീഡ് മുളയ്ക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ വേണം എന്ന്. എന്തൊക്കെ ഫാക്ടേഴ്സ്? എയർ, വാട്ടർ, ടെമ്പറേച്ചർ, സോയിൽ. ഇതിൻ്റെയൊക്കെ റോള് സീഡ് ജെർമിനേഷനിൽ ഈ ഫാക്ടേഴ്സിനുള്ള റോൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സ്റ്റെപ്സ് ഇൻ സീഡ് ജെർമിനേഷൻ, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന സ്റ്റെപ്പ്, എന്തൊക്കെ സ്റ്റേജസിൽ കൂടെ അത് പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ സ്റ്റേജസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ അഡാപ്റ്റേഷൻസ്, എന്താ ഒരു സീഡ് നമ്മുടെ എല്ലായിടത്തും വ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ പല സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്താ സീഡ് ഡിസ്പേഴ്സൽ നടക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സീഡിന് കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ആ അഡാപ്റ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പാർട്സ് ഓഫ് എ ജെർമിനേറ്റഡ് സീഡ്, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് പല പാർട്സ് കാണും. ആ പാർട്സ് ഏതൊക്കെയാണെന്ന്, പ്ലുമ്യൂളുണ്ട്, റാഡിക്കലുണ്ട്, അങ്ങനെയുള്ള പാർട്സ്, ജെർമിനേറ്റഡ് സീഡിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സീഡ് ജെർമിനേഷൻ കണ്ടല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് ലീഫിനെ കുറിച്ചാണ്. ഒരു ലീഫിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പാർട്സ് ലീഫിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിനേഷൻ എന്താ? പാറ്റേൺ ഓഫ് വെയിൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. ലീഫിൽ വെയിൻസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് വിനേഷൻ എന്ന് പറയുന്നത്. അപ്പം വിനേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ ട്രാൻസ്പിരേഷൻ എന്താ? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കാനായിട്ട് ലീഫിൽ കുറേ ചെറിയ ഓപ്പണിങ്സ് ഉണ്ട്, സ്റ്റൊമേറ്റ. അതുവഴി എന്താ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. ആ പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിരേഷൻ എന്താണെന്ന് അറിയുക. പിന്നെ ലീഫിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ലീഫിലാണ്. അപ്പം ആ മേജർ ഫംഗ്ഷൻ, ലീഫിൻ്റെ ഒരു മേജർ ഫംഗ്ഷനാണ് ഫോട്ടോസിന്തസിസ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് റൂട്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ് ഏതൊക്കെയാണ്? ടാപ്പ് റൂട്ട് ആൻഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ എന്താ പ്രോപ്പ് റൂട്ട് എന്താണ്, സ്റ്റിൽറ്റ് റൂട്ട് എന്താണെന്ന് അറിയണം. പിന്നെ മാൻഗ്രൂവ്സിൽ എന്താ സ്പെഷ്യലൈസ്ഡ് റൂട്ട് ഉണ്ട്. എന്തിനാ? ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് റൂട്ടിനെ എന്ത് പറയും? ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും. അതെന്താണെന്ന്, അവരുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്താ? റൂട്ട്സിൽ ഫുഡിനെ സ്റ്റോർ ചെയ്യും അല്ലേ, ഫുഡ് സ്റ്റോറേജ് ഉണ്ട് റൂട്ട്സിൽ. അതിൻ്റെ വേണ്ടിയിട്ടുള്ള റൂട്ടിൽ ഫുഡ് സ്റ്റോറേജിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ദെൻ എന്താ നെക്സ്റ്റ്? സെൽ എന്താ? നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ് സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ് സെല്ല്, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഏതാണെന്ന് അറിയുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസിനെ പറ്റി അറിയുക. പിന്നെ സെല്ലിനുള്ളിൽ എന്താ? സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ഓർഗനൽസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. പിന്നെ പ്ലാന്റ് സെല്ലിൻ്റെ ഡൈവേഴ്സിറ്റി, പ്ലാന്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നും അവരുടെ ഫംഗ്ഷനും റോളും ഒക്കെ എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പ്ലാന്റിനെ കുറിച്ച് നോക്കാം അല്ലേ. പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ. എന്താ? ഹെർബ്സ് ഉണ്ട്, ഷ്രബ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്. ഇവരൊക്കെ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അതിനെ ഒരു പ്ലാന്റിന് ഷ്രബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെർബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രീ എന്ന് പറയുന്നത്, അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ എന്താ? പ്ലാന്റ് പാർട്സ്. പ്ലാന്റിന് എന്താ? ഒരു പ്ലാന്റിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് അല്ലേ. സ്റ്റെം ഉണ്ട്, റൂട്ട് ഉണ്ട്, ലീഫ് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പും ഉണ്ട്, അതിനൊക്കെ ഫംഗ്ഷനും ഉണ്ട്. ഓരോ പാർട്ടിനും പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഓരോ പ്ലാന്റ് പാർട്ടിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ദെൻ എന്താ? ഫ്ലവർ അല്ലേ. ഫ്ലവർ എന്താ? നമ്മുടെ പ്ലാന്റിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഫ്ലവർ. ആ ഫ്ലവറിൻ്റെ പാർട്സ്, ഒരു ഫ്ലവറിന് ഏതൊക്കെ പാർട്സ് ഉണ്ട്? പെറ്റലുണ്ട്, സെപ്പലുണ്ട്, സ്റ്റേമനുണ്ട്, കാർപ്പലുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ്, ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്തൊക്കെയാണെന്നും ആ ഓരോ പാർട്ടിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ പാരസിറ്റിക് പ്ലാന്റ്സ് എന്താണ്? സാപ്രോഫൈറ്റ്സ് എന്താണ്? സാപ്രോഫൈറ്റ്സ് എന്താ? ഡീകമ്പോസേഴ്സ് ആണ് അല്ലേ. സാപ്രോഫൈറ്റ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ ക്ലൈംബേഴ്സ് എന്താണ്? ക്രീപ്പേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അവരുടെ മോഡിഫിക്കേഷൻസും അഡാപ്റ്റേഷൻസും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. ബോഡി മൂവ്മെൻറ്റ്സിൽ ഹ്യൂമൻ ബോഡിയിലെ ജോയിൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ജോയിൻസ് ഇൻ ഹ്യൂമൻ ബോഡി. ദെൻ ഡിഫറെൻറ്റ് ഓർഗാനിസം ഏതൊക്കെയാണ്? എർത്ത് വേം, സ്നെയിൽ, കോക്രോച്ച്, ബേർഡ്സ്, ഫിഷ് ആൻഡ് സ്നേക്സ്. ഈ ഓർഗാനിസത്തിലൊക്കെ ബോഡി മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോളജിയുടെ ടോപ്പിക്സുകൾ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുക, ഈ ടോപ്പിക്കൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക, കവർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്കിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. ദെൻ എന്താ? മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ? എഞ്ചിനീയറിംഗ്, ഡോക്ടർ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങി കാണും അല്ലേ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് എന്താ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ എന്താ ടീം ബ്രില്യൻ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.